ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോവയിലെ ഒരു സൂവിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ സൂവിലത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ സൂലോട്ട് ഇറങ്ങിയിട്ടോ. ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞാറ്റിക്ക് ഉറങ്ങണ ശീലമുള്ളത് കാരണം നമ്മൾ കാറിൽ കയറിയത് അവളിനെ ഉറക്കിയതാണ് കേട്ടോ. ഇല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അലമ്പാകുമോ ഉറക്കക്ഷീണം കൊണ്ട്. അപ്പം പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഗാനമേളയൊക്കെ നടത്തിട്ടോ. ഗാനമേള എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവളെ പാട്ട് പാടിയിട്ടാണ് ഉറക്കുക, അല്ലെങ്കിൽ അവൾ ഉറങ്ങില്ല. അപ്പം എൻ്റെ ഗാനം കേട്ടാലേ അവൾ ഉറങ്ങുള്ളൂ. അങ്ങനെ നമ്മളിതാ പോണ വഴിയോര കാഴ്ചകളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗോവ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാധാരണ നമ്മുടെ നാട്ടിൻപുറം പോലെ ആണ് കേട്ടോ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ബീച്ച് സൈഡ് ആ ഭാഗങ്ങളിൽ മാത്രമേ കുറച്ച് ഫോറിൻ ആ ഒരു ടൈപ്പ് വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സാധാരണ നാട്ടിൻപുറം പോലെ തന്നെയാണ്. അപ്പം നമ്മളിത് അങ്ങനെ ഫസ്റ്റ് എൻട്രി എത്തി. അപ്പം നമ്മൾ സൂവിൻ്റെ 1 കിലോമീറ്റർ മുമ്പാണ് കേട്ടോ നമ്മൾ എൻട്രി എടുക്കുക. നമ്മൾ വെഹിക്കിളിനുള്ള ചാർജും നമ്മൾക്ക് പോകാനുള്ള എൻട്രി ഫീസൊക്കെ നമ്മൾ അവിടെയാണ് കൊടുക്കുക. അപ്പോൾ അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് റേഞ്ചൊന്നും കിട്ടില്ല കേട്ടോ. അത് കാരണമാണ് നമ്മൾ ഇവിടെ തന്നെ കൊടുത്തിട്ട് പോകുന്നത്. പോകുന്ന സമയത്ത് ഫുൾ കുരങ്ങന്മാരായിരുന്നു. ഫുൾ 2 സൈഡിലും കുരങ്ങന്മാരായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇത്. നമ്മളിത് ഗൂഗിളിൽ നോക്കിയിട്ടാണ് കേട്ടോ പോയത്. അത് കാരണം എൻട്രി കഴിഞ്ഞ് 1 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് സൂ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അന്താളിച്ചു. സാധാരണ നമ്മൾ സൂ ഒക്കെ നമ്മൾ എൻട്രി കഴിഞ്ഞിട്ട് വേഗം കാണുമല്ലോ. ഇത് അങ്ങനെയല്ല, 1 കിലോമീറ്റർ ശരിക്കും കാട്ടിൻ്റെ ഉള്ളിലോട്ട് പോണ പോലെയായിരുന്നു കേട്ടോ. ചുറ്റും വനങ്ങളാണ്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും നമ്മൾ കണ്ടില്ല, മൊത്തം വനങ്ങളാണ്. 5:30 വരെ ഉള്ളൂ. അത് കാരണം തന്നെ ആയിരിക്കും തോന്നുന്നു 5:30 വരെ ഉള്ളൂ. ഈ സൂ തപ്പിപ്പിടിച്ച് പോകാനുള്ള കാരണം കുഞ്ഞാറ്റയാണ് കേട്ടോ. ഈ കുഞ്ഞാറ്റ ഒരുവിധം ആയപ്പോൾ മുതൽ ഈ ആന, കുരങ്ങൻ, പട്ടി, പൂച്ച എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ബൊമ്മകളും അതിനനുസരിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് കുറേയായി നിങ്ങാ പറയുന്നു. അവൾ കുരങ്ങനെയാണ് കേട്ടോ നിങ്ങാന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സൂവിൽ പോയി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അവളുടെ ആഗ്രഹം പോലെ തന്നെ ഇറങ്ങിയ പാട് തന്നെ നിറയെ കുരങ്ങന്മാർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ട് ഫസ്റ്റ് എൻട്രി ഇങ്ങനെയായിരുന്നു കേട്ടോ. നമ്മുടെ ആ കാണുന്നത് കോഫി ഷോപ്പാണ്. അപ്പോൾ കുറേ കുരങ്ങന്മാരിനെ കണ്ടപ്പോൾ നമ്മൾ കുഞ്ഞാറ്റ അതിശയമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ ഈ ഫോണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ കുരങ്ങന്മാരെ. അത് കാരണം നേരിട്ട് കാണുന്ന സമയത്ത് നല്ലപോലെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ സൺഡേ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ ഫോറസ്റ്റ് ഏരിയ കൊണ്ട് ഈ പാർക്കിങ്ങിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നിറയെ സ്ഥലങ്ങളുണ്ടായിരുന്നു പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കുരങ്ങന്മാർ നമ്മളെ കണ്ടു കഴിഞ്ഞു പറഞ്ഞാൽ വേഗം നമ്മളോട്ട് വരും കേട്ടോ, എന്തെങ്കിലും കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലൂടെ. പക്ഷേ അവിടെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡൊന്നും അവിടെ കുരങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ സെക്യൂരിറ്റികൾ അവിടെ ഇവിടെയായിട്ട് നിറയെ പേരുണ്ട് കേട്ടോ. അവിടെ ക്ലോസിങ് ടൈം 5:30 കേട്ടോ. അപ്പം നമ്മൾ എത്തിയത് ഏതാണ്ട് ആ ടൈമിലായതുകൊണ്ട് വേഗം പോയിട്ട് വരാമെന്നുള്ള രീതിക്കായിരുന്നു നമ്മൾ വന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അറിഞ്ഞത് എൻ്റെ പൊന്നോ, ഒരു ലോഡ് സ്ഥലമുണ്ട് കാണാൻ. ഒരറ്റം മുതൽ ഒരറ്റം വരെ ഉണ്ട്. ഈ കൂടുതലായിട്ട് സൂ എന്നുള്ളപരി അവർ അത്യാവശ്യം മൃഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാട്ടിൽ ഒരു അങ്ങേറ്റത്ത് കുറച്ച് മൃഗങ്ങൾ, ഇങ്ങേറ്റത്ത് കുറച്ച് മൃഗങ്ങൾ, അങ്ങനെ ആയിട്ടാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. കാരണം നടന്ന് നമ്മുടെ ഊപ്പാടിളകും. അങ്ങനെ കയറി പോണ സമയത്ത് ഇടതുവശത്തായിട്ട് ഒരു സ്റ്റാച്യു പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ആധുനിക കലകൾ പോലത്തുള്ള കുറച്ച് സ്റ്റാച്യു ഉണ്ടായിരുന്നു കേട്ടോ. പോണ സമയത്തൊക്കെ ആ ഭാഗത്ത് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും അവിടെയൊക്കെ കുരങ്ങന്മാർ നിറഞ്ഞു. കാരണം ആ വെയിലൊക്കെ താന്നത് കാരണം അവിടെയെല്ലാം ഫുൾ കുരങ്ങന്മാരായിരുന്നു. ജസ്റ്റ് നമ്മൾ അവിടെ നോക്കിയിട്ട് നമ്മൾ പിന്നെയും നടക്കാൻ തുടങ്ങിയിട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫാമിലിയോട് വന്നിട്ട് ഇപ്പോൾ ലഞ്ചൊക്കെ അവിടെ നിന്ന് കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. കൂടുതലായിട്ട് വീട്ടിൽ നിന്നൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് വന്നിട്ട് വീക്കെൻഡൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ വന്ന് പിള്ളേരൊക്കെ ആയിട്ട് ചില്ല് ചെയ്ത് ഫുഡൊക്കെ അവർ അവിടെ തന്നെ കഴിച്ച് ഇരിക്കണ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് കാരണം അതായിരിക്കും ഈ സൂവിലെ ഏറ്റവും ഹൈലൈറ്റ്. നമുക്ക് നോർമലായിട്ട് സൂവിൽ ഉള്ളിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഫുഡെല്ലാം അവിടെ വന്ന് കഴിക്കാം. കുറേ പേര് രാവിലെയൊക്കെ വന്ന് അത്യാവശ്യം ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോണ ആൾക്കാരുണ്ട്. കാരണം പായും കാര്യങ്ങളും വെള്ളവും അവർക്ക് വേണ്ട സാധനങ്ങൾ ഫുള്ളായിട്ട് എടുത്തിട്ട് വന്നിട്ട്, പിള്ളേർക്കാണെങ്കിൽ കളിക്കാനുള്ള സാധനങ്ങൾ അങ്ങനെയെല്ലാം എടുത്തിട്ട് വന്നിട്ട് നല്ല ഗ്രൗണ്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഇരുന്ന് കളിച്ച ആ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കും ഇഷ്ടമായി. പിന്നെ തീർച്ചയായിട്ടും വരുന്ന സമയത്ത് നമ്മളും അതുപോലെ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ 2 സൈഡായിട്ടാണ് കേട്ടോ മൃഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ നടന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ ഗാർഡൻ ഉണ്ടായിരുന്നു. കുറച്ച്
പൂന്തോട്ടങ്ങളും കാര്യങ്ങളായിട്ടുള്ള ബട്ടർഫ്ലൈൻ്റെ ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പം ബട്ടർഫ്ലൈ കാണാൻ വേണ്ടി നമ്മൾ ഓടിപ്പോയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പൂക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ പേരിന് 1-2 ബട്ടർഫ്ലൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ വീണ്ടും നടത്തം ആരംഭിച്ചു കേട്ടോ. ഇന്നത്തെ ട്രിപ്പിലുള്ള ഏറ്റവും സന്തോഷമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. സാധാരണ ഇവക്കുട്ടി എവിടേക്കെങ്കിലും പുറത്തിറങ്ങിയാൽ അമ്മൻ്റെ പുറത്തുനിന്ന് ഇറങ്ങില്ല. അതായത് എൻ്റെ കയ്യിൽ തന്നെയായിരിക്കും ഫുൾ ടൈം. ഏട്ടൻ വിളിച്ചാൽ പോവുകയില്ല. അത്യാവശ്യം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് പോയി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് തിരിച്ചു വരും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവൾ ഫുൾ ടൈം അച്ഛൻ്റെ കൂടെയായിരുന്നു. അത് കാരണം എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു. കാരണം അത്രയ്ക്ക് ദൂരം നടക്കാനുണ്ടായിരുന്നു. ഫുൾ ടൈം ഏട്ടൻ എടുത്തിട്ടാണ് നടന്നത്. അത് കാരണം ഞാൻ ഫ്രണ്ടിൽ നടക്കുകയാണെങ്കിൽ അവർ ക്ഷീണിച്ച് മെല്ലെ ബാക്കിൽ വരുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നത് ആ ഫസ്റ്റത്തെ ഐറ്റത്തിനെ കണ്ടിട്ടോ. ഫസ്റ്റായിട്ട് അവർ വെച്ചിരിക്കുന്നത് പഞ്ചവർണ്ണ തത്തയാണ്. നന്നായിട്ടുണ്ടായിരുന്നു. 1-2 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരുപാട് സൂം ചെയ്ത് എടുക്കുന്ന സമയത്ത് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൂരത്തത് അങ്ങ് കാണുന്നുണ്ട്. നേരെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ തൊട്ടടുത്തിട്ട് തന്നെ മയിലായിരുന്നു. മയിലും കുട്ടികളും, ഒരു ആൺമയിലും ഒരു പെൺമയിലും 2 കുട്ടികളായിരുന്നു കേട്ടോ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 കാണാം. അങ്ങനെ നമ്മളിതാ എടുത്തത് യമൂൻ്റെ അടുത്തെത്തി. യമു അതാ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 1-2 സാധനം നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് സൂം ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി ഇല്ല. അത് കാരണം നമ്മൾ സൂം ചെയ്യാതെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ യമു അവിടെ നിൽക്കുന്നുണ്ട്. ഈ സൂല് എവിടെ നോക്കിയാലും എന്താ ഈ കാണുന്ന ചെടി ഫില്ലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാരണം അടി റെഡും മേലെ പച്ചയായിട്ട് നല്ല വെറൈറ്റി ഉണ്ട്. ഒരു ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് പച്ചയെ കാണാം, തിരിച്ച് അതേപോലെ പോണ സമയത്ത് റെഡാണ് കാണാം. അങ്ങനെ നല്ല കളർഫുള്ളായിട്ട് എല്ലായിടത്തും അവിടെ ഫുള്ളായിട്ട് വെച്ചിരിക്കുന്നത് ഈ ചെടി തന്നെയാണ്. കാരണം ഈ ഒരു ചെടി മതി, നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നമ്മളത് കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ ധാരാ വരുന്നത് മാൻകുട്ടി. അങ്ങനെ നമ്മളിതൊരു മാൻകുട്ടി നമ്മളെ കണ്ടിട്ട് ഓടി വന്നതാണ്. എന്താണ് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നോക്കി നിൽക്കാതെ ചെയ്താൽ അവർക്ക് ഹിന്ദിയും മറ്റുള്ള തെലുങ്കും കന്നഡയൊക്കെ ആയിരിക്കും അറിയാം. നമ്മൾ ഈ മലയാളം പറയുന്നത് കാരണം ആരടപ്പാ എന്ന് പറഞ്ഞ് നോക്കി വരുമായിരിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ കണ്ട പാട് തന്നെ ഒരു ഇല വലിച്ചിട്ട് കൊടുക്കുക, തീറ്റ കൊടുക്കുക. അത് കഴിച്ചിട്ട് പോയില്ല എന്ന് വെച്ചാൽ പറഞ്ഞാൽ അതിൻ്റെ പണി ഏതാണ്ട് തീരുന്നു തോന്നുന്നത് കാരണം അത് കഴിക്കാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ നമ്മളിതാ മാൻകുട്ടിക്കൊക്കെ തീറ്റ കൊടുത്തിട്ട് നടത്താൻ തുടങ്ങിയിട്ടോ. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലായിടത്തും കുരങ്ങന്മാരാണ്. എവിടെ നോക്കിയാലും കുരങ്ങന്മാരാണ്. അങ്ങനെ ആ പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതാ മുന്നിലോട്ടൊരു കുരങ്ങൻ ഓടി വരുന്നത്. അത് കണ്ടതും ഞാൻ ഓടിട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയായിരിക്കും. പക്ഷേ നമുക്ക് കാണുമ്പോൾ പേടിയല്ലേ. 2 തരത്തിലുള്ള കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് സാധാരണ കുരങ്ങന്മാരും പിന്നെ മുഖം കറുത്തായിട്ടുള്ള കുരങ്ങന്മാരും. എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ പേരറിയാമെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യട്ടാം. അങ്ങനെ നമ്മളിതാ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നപ്പോൾ മകളമ്മ എന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ അതോടുകൂടി ആ ഫോട്ടോസ് അവിടെ നിർത്തി. അങ്ങനെ നമ്മളിതാ അടുത്ത സ്പോട്ടിലോട്ട് പോയി. അവിടെ എന്താ ഉള്ളത്, ഇതാ നിൽക്കുന്ന ഒരു മാന് ടൈപ്പുള്ള ഒരു മൃഗം, മ്ലാന അങ്ങനെ എന്താ ആയിരിക്കും. നമ്മൾ അന്നേരമൊക്കെ പേര് നോക്കി വെച്ചാണ് കേട്ടോ. പിന്നെ ഇതാ വീട്ടിലെത്തി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്തത്. കാരണം അതിൻ്റെ പേരൊക്കെ മറന്നു. അപ്പോൾ നിങ്ങൾ നോക്കി മെല്ലെ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയല്ല കേട്ടോ, അറിയാത്തത് കൊണ്ടാണ്. പിന്നെ അത് നമ്മൾ നെക്സ്റ്റ് പോയത് ഒരു മുതലിൻ്റെ അടുത്തേക്കാണ്. ഒരു മുതലല്ല, മുതലിൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പം മുതലിനെയൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ അടുത്ത കൂട്ടിൽ ആരായിരിക്കും എന്ന് പറഞ്ഞ് നോക്കാൻ പോയപ്പോൾ ഇതോ നോക്കിക്കേ 2 തത്തമ്മ. 2 തത്തമ്മയിൽ നിറയെ തത്തമ്മ ഉണ്ടായിരുന്നു. ഇതിൽ 2 തത്തമ്മ നമ്മളെ വരവ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മേലത്തെ തത്തമ്മ അതാ നിൽക്കുന്നു, താഴത്തെ തത്തമ്മ. ആ കണ്ടുപോലെ തന്നെ എനിക്കിഷ്ടമായി. അപ്പോൾ ഒന്ന് കുറുമ്പ് കെട്ടാൻ വേണ്ടിയിട്ട് കൈയെടുത്ത് കൊടുത്തപ്പോൾ അവൾ എന്നെ ചീത്ത വിളിച്ചു. ആ ചീത്ത വിളിച്ച് നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേൾപ്പിച്ചു തരാം കേട്ടോ. കേട്ടില്ലേ? എന്തായാലും എനിക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഭാഷയിൽ എന്ത് പറഞ്ഞാണെന്നറിയില്ല. ഒന്ന് ശല്യം ചെയ്യാതെ പോയടിയെന്നായിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ ആ ചീത്തവിളിയും കേട്ട് നമ്മളിതാ നെക്സ്റ്റ് പോയത് ആരുടെ അടുത്തേക്കാ? അങ്ങനെ നമ്മളിതാ പോയത് പാമ്പിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അതോ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ പാമ്പ്. അങ്ങനെ നമ്മളിതാ അടുത്ത പാമ്പിൻ്റെ അടുത്ത് പോയിട്ടോ. അടുത്ത പാമ്പ് നേരെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ മരത്തിൻ്റെ മേലെ ആയിരുന്നു കേട്ടോ. ഒന്നും കൂടി നോക്കിക്കോ, ആ മരത്തിൻ്റെ മേലെ ആയിരുന്നേ. അങ്ങനെ തന്നെ നമ്മുടെ പാമ്പുകളുടെ രാജാവിൻ്റെ അടുത്ത് പോയി. ഗായ്സ് നോക്ക്, ഗായ്സ് നോക്ക്, മരമല്ല ഗായ്സ്, അതാണ് പാമ്പ്. മലമ്പാമ്പായിരിക്കും എന്ന് വിചാരിക്കും. നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ. ആൾ മരത്തിൻ്റെ മേലെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുമായിരുന്നു. പെട്ടെന്ന് കണ്ട സമയത്ത് പാമ്പാന്ന് മനസ്സിലായില്ലാന്ന്. പിന്നെ എല്ലാവരും നോക്കുന്നത് എന്താന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോഴാണ് അത് പാമ്പാണെന്ന് മനസ്സിലായത്. മേലെ മാത്രമല്ല കേട്ടോ, അതാ താഴെ ഒരാളും കൂടി കിടക്കുന്നുണ്ട്. അത് ചെറിയൊരു പാമ്പാണ്. കാണുമ്പോൾ എനിക്ക് മലമ്പാമ്പ് പോലെ തോന്നിയിരുന്നു. ഇപ്പോൾ വേറെ എന്താണെന്ന് അറിയില്ല, എൻ്റെ പേര് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ദാ മേലെ കിടക്കുന്നു. നല്ല നീട്ടുണ്ട് ഗായ്സ്. എത്ര വെയിറ്റ് ഉണ്ടാവുമായിരിക്കും അല്ലേ? അത് ഞാൻ അന്വേഷിച്ചാൽ നോക്കി, പക്ഷെ അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പാമ്പിനെയും കണ്ടിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു കേട്ടോ.
അങ്ങനെ നമ്മളിത് അടുത്തത് പോയ ആമൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ കറുപ്പും വെള്ളയും ആമ കണ്ടില്ലേ, അതുമാത്രം ഞാൻ കണ്ടുള്ളൂ. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു മണ്ണിൻ്റെ കളറുള്ള ആമനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കല്ലാന്നും പറഞ്ഞിട്ടിരിക്കുക. അങ്ങനെ ഇതാ നോക്കൂ മക്കളെ, നോക്കൂ, ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തത് കണ്ടില്ലേ. ആൾ ചൂടായപ്പോൾ ഈവനിങ് വാക്ക് നടത്തുമായിരിക്കും തോന്നുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തൊരു പുലിയും കൂടി ഉണ്ടായിരുന്നു. ഞാൻ എടുത്തു, പക്ഷേ അത് റെക്കോർഡായില്ല എന്ന് തോന്നുന്നു. പിന്നെ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കൂടുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടിനുള്ളിൽ നിറയെ പുലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അവൾക്കുള്ള ചെറുപ്പത്തിൽ ഞാൻ ഒരുവിധം ആയതിന് ശേഷം എവിടെ പാട്ട് കണ്ടല്ലോ, നടറോഡായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, ഒരു മരിച്ച വീടായാൽ കൂടിയിട്ട് ഒരു പാട്ട് കേട്ട് ഞാൻ നിന്ന് ഡാൻസ് കളിക്കും. എൻ്റെ മകൾ അതിൻ്റെ വലത്തായി വരുന്നുണ്ട്. എവിടെ നിന്നോ ഒരു പാട്ട് കേട്ടപ്പോൾ അച്ഛാ ഇതാ കുപ്പി പിടിച്ചോ, ഞാൻ ഒന്ന് കളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആൾ കുപ്പി കൊടുത്തിട്ട് കളിക്കാൻ തുടങ്ങണം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡാൻസായിരുന്നേ. അങ്ങനെ നമ്മളിതാ അടുത്തതായി കണ്ടത് ചെന്നായിനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വെയിൽ താന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു, എല്ലാവരും ഒരവിടെ ഇരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചെന്നായിനെ കണ്ടിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തായിട്ട് കുറച്ച് വെള്ളം, ഒരു തടാകം പോലെ ഉണ്ട്. അതിന് വെള്ളം ഇറങ്ങി കുടിക്കാനായിരിക്കും ഒരു തടാകം പോലെ ഉണ്ട്. അപ്പോൾ അതിൽ നിറയെ ചെന്നായികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എവിടെ നോക്കിയാലും കുരങ്ങന്മാരെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒരുപാട് കുരങ്ങന്മാർ താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുരങ്ങനെ കണ്ട സമയത്ത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതാണ്. ജസ്റ്റ് മിസ്സിൽ ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. എൻ്റെ വീഡിയോ എടുക്കൽ കുരങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ പിന്നാലെ വന്നു ഗൈസ്. എങ്ങനെ ഞാൻ ഒടെ രക്ഷപ്പെട്ടു. ഇല്ലയെന്ന് വെച്ചാൽ അന്നത്തോടെ എൻ്റെ പണി തീർന്നിട്ടുണ്ടാകും. ഇതും കഴിഞ്ഞ് പേടിച്ച് പറിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡയലോഗ്, നീ എന്തിനാടി അത്ര അടുത്ത് പോയി എടുത്തതെന്ന്. എന്നെ കുരങ്ങനെ കാണിപ്പിച്ചെന്നതേ അങ്ങേരായിരുന്നു, എന്നിട്ട് എനിക്കിട്ട് ചീത്ത. എന്തായാലും പോട്ടെ. ഈ ഡയലോഗ് പറയുന്ന മനുഷ്യൻ കുരങ്ങൻ ചാടാൻ വന്നപ്പോൾ വല്ല ശീല നിൽക്കണ പോലെ നിൽക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പുറത്തൊരു അങ്കിളായിരുന്നു ആ പായൊക്കെ വെച്ചിട്ട് അതിനെ ഓട്ടിപ്പിച്ചത്. എന്നിട്ടാണ് എന്നെ ചീത്ത പറയാൻ വരുന്നത്. എന്തായാലും ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ട ഇടത്ത് ഫുള്ളായിട്ട് കുരങ്ങന്മാരായിരുന്നു. കാരണം ആ ചൂടൊക്കെ ഒഴിഞ്ഞത് കാരണം അവരൊക്കെ താഴെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അറഞ്ചം പുറഞ്ചം കുരങ്ങന്മാരായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എൻട്രി വരുന്ന സമയത്ത് ഈ സൂവിൻ്റെ പേരെഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അന്നേരം നമ്മൾ വരുന്ന സമയത്ത് എടുക്കാൻ മറന്നു. അപ്പോൾ ഇതാണ് ആ സൂവിൻ്റെ പേര്. അപ്പം നമ്മളത് ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് വീണ്ടും നമ്മൾ നടന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗോവയിലോട്ട് വരാൻ ഉദ്ദേശിച്ചിട്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ ഈ സൂവ്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങോട്ടും കൂടി വരണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കണും കൂടി അമർത്തണം. എന്നാലേ നമ്മുടെ അടുത്ത് ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമുക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിരുന്ന് കാണണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് എന്നിവരിലോട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗോവയിലോട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ ഒക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞ് വെച്ച് വരാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിനും ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിട്ടോ. അവിടെ ആകെ ഒരു കോഫി ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. കയറി നോക്കി കണ്ടില്ലേ, എന്തോ അനുസരണയോട് കൂടിയിട്ടാണ് ഇവക്കുട്ടി അവിടെ ഇരിക്കുന്നത്. ടീ, കോഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കൊരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ടീയും കോഫി എന്നൊക്കെ പറയുന്നത്. അവളുടെ അച്ഛനും അങ്ങനെയാണ്. ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനം. അതുപോലെ തന്നെയാണ് വരുന്നുണ്ട്. ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. കുട്ടികൾക്ക് ചായ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും, പക്ഷേ നമ്മൾ കുടിക്കുന്നത് കണ്ട ഒരു സിപ്പെങ്കിലും അടിച്ചില്ലെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിതാ ചായൻ്റെ കൂടെ സാൻഡ്വിച്ചാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ സാൻഡ്വിച്ച് ആയിരിക്കുമല്ലോ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നപ്പോൾ ശരിക്കും അടാറ് ഫ്ലോപ്പായിരുന്നു ഗായ്സ്. ഒരു ബ്രെഡും അതിന് മേലെ കുറച്ച് കുക്കുംബറും ഒരു തക്കാളിയും വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ച്. ജീവിതത്തിൽ ഞാനിങ്ങനെ കഴിച്ചിട്ടില്ല സാൻഡ്വിച്ച്. ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ സൗണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. കിച്ചായത് കൊണ്ടാണ് തോന്നുന്നത് ചെറിയൊരു കരകരപ്പ്. അത് നിങ്ങൾ ക്ഷമിച്ചേക്കണേ. അപ്പം അങ്ങനെ നമ്മൾ എവിടെ പറഞ്ഞെത്തി സാൻഡ്വിച്ച്. അപ്പോൾ ആ സോസ് ഉള്ളത് കാരണം നമ്മൾ ആ സാൻഡ്വിച്ച് എങ്ങനെയൊക്കെയോ കഴിച്ചു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ആ സൂയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കോഫി ഷോപ്പിൽ കയറരുത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു കരിമ്പ് ജ്യൂസ് കട കണ്ടു. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് കരിമ്പ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കരിമ്പ് ജ്യൂസും കഴിച്ചിട്ട് നമ്മളെ വീട്ടിലോട്ട് തിരിച്ച് മടങ്ങണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു പറഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും ബായ്.